Back, dear students. Today we are going to another story. The title of the story is It Used to Be Green Once, which was written by Patricia Grace. Patricia Grace was born on 17 August in 1937. She is a novelist, short story writer, and a writer of children's literature from New Zealand. She is a Maori writer in English. Her first short story collection was Waiariki, which was published in 1975. It won Penno Herbert Church Award for the Best Book of Fiction. The other short story collections include The Dream Sleepers and Other Stories, Electric City and Other Stories, Selected Stories, Small Holes in the Silence, and The Sky People. The literal meaning of the word Maori is normal, and Maori people mean normal people who shared a common language and culture. They have been subdivided into various tribes. And also, most of Maori literature exists in the oral form. And the body of written literature is comparatively small. Maori literature in English makes use of expressions from the tribal language. Maori way of life places importance to cultural values like love, hospitality, people, relationships, and ancestors, most of which are manifest in the works of Patricia Grace too. Here we are going to a story, It Used to Be Green Once. It Used to Be Green Once has been taken from her collection The Dream Sleepers and Other Stories, which was published in 1980. It tells about the ordinary everyday lives of the Maori community. For them, possessions are not as valued as relationships within the community in this story. And also, please note the shift from I to we in the narration of the story. This story can be read as an attempt to capture the Maori cultural identity. Here, Patricia Grace does not let the Maori identities erode. She even retains Maori names in the story. അപ്പോൾ നമ്മൾ പറഞ്ഞു നമുക്ക് പഠിക്കാനുള്ള സ്റ്റോറി എന്താണ്? പട്രീഷ്യ ഗ്രേസിൻ്റെ ഇറ്റ് യൂസ് ടു ബി ഗ്രീൻ വൺസ് എന്ന സ്റ്റോറിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. പട്രീഷ്യ ഗ്രേസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവരൊരു ന്യൂസിലാൻഡ് റൈറ്ററാണ്. ന്യൂസിലാൻഡിൽ ജനിച്ച റൈറ്ററാണ്, നോവലിസ്റ്റാണ്, ഷോർട്ട് സ്റ്റോറി റൈറ്ററാണ്, അതുപോലെ തന്നെ ചിൽഡ്രൻസ് ലിറ്ററേച്ചറിലൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു റൈറ്ററാണ്. ജനിക്കുന്നത് 17 ഓഗസ്റ്റ് 1937 അവരുടെ ഫസ്റ്റ് ഷോർട്ട് സ്റ്റോറി കളക്ഷൻ്റെ പേര് വയാറിക്കി എന്നാണ്. അത് വോൺ ചെയ്തിട്ടുണ്ട് പെന്നോ ഹെർബർട്ട് ചർച്ച് അവാർഡ് ഫോർ ദി ബെസ്റ്റ് ബുക്ക് ഓഫ് ഫിക്ഷൻ അവാർഡ് കിട്ടിയ ഒരു വർക്കാണത്. പിന്നെ ഒരുപാട് ഷോർട്ട് സ്റ്റോറി കളക്ഷൻസ് വേറെയുണ്ട്. ദ ഡ്രീം സ്ലീപ്പേഴ്സ് ആൻഡ് അതർ സ്റ്റോറീസ്, ഇലക്ട്രിക് സിറ്റി ആൻഡ് അതർ സ്റ്റോറീസ്, അങ്ങനെ വേറെ കളക്ഷൻസും കൂടി അവരുടേതായിട്ട് ഉണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞു മൗറി റൈറ്ററാണ് പട്രീഷ്യ ഗ്രേസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ മൗറി എന്ന് പറഞ്ഞ വേർഡിൻ്റെ മീനിങ് എന്താണ്? നോർമൽ എന്നാണ്. നോർമൽ എന്നാണ് മൗറി എന്ന് പറഞ്ഞ വേർഡിൻ്റെ മീനിങ്. എന്ന് വെച്ചാൽ മൗറി പീപ്പിൾ എന്ന് പറഞ്ഞാൽ നോർമൽ പീപ്പിളാണ്. അവർ ഒരു കോമൺ ലാംഗ്വേജും കൾച്ചറൊക്കെ ഷെയർ ചെയ്യുന്ന നോർമൽ ആയിട്ടുള്ള പീപ്പിളിനെയാണ് മൗറി പീപ്പിൾ എന്ന് പറയുന്നത്. അവർ പിന്നെ സബ്ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, വേറെ കാറ്റഗറീസിലൊക്കെ സബ്ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ മൗറി ലിറ്ററേച്ചറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് അധികവും ഓറൽ ഫോമിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. റിട്ടൺ ഫോമിനേക്കാളും കമ്പാരിറ്റീവ്ലി ഓറൽ ഫോമിലാണ് കൂടുതൽ കാണപ്പെടുന്നത്. പിന്നെ മൗറി ലിറ്ററേച്ചർ ഇൻ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ അതിൽ മേക്സ് യൂസ് ഓഫ് എക്സ്പ്രഷൻസ് ഫ്രം ദ ട്രൈബൽ ലാംഗ്വേജ് ടു. ട്രൈബൽ ലാംഗ്വേജിൽ നിന്നുള്ള എക്സ്പ്രഷൻസ് കൂടി ഈ ഇംഗ്ലീഷിലുള്ള മൗറി ലിറ്ററേച്ചറിൽ വരുന്നുണ്ട്. അപ്പോൾ അതൊരു ഹൈബ്രിഡ് കൈൻഡ് ഓഫ് ലാംഗ്വേജ് ആയി മാറുന്നുണ്ട്. മൗറി വേ ഓഫ് അല്ലെങ്കിൽ മൗറി എന്ന് പറഞ്ഞ ആ ഒരു ഇതിൽ അവർ ഇമ്പോർട്ടൻസ് നൽകുന്നത് കൾച്ചറൽ വാല്യൂസിന് വളരെ ഇമ്പോർട്ടൻസ് നൽകുന്നുണ്ട്. ലവ്, ഹോസ്പിറ്റാലിറ്റി, പീപ്പിൾ, റിലേഷൻഷിപ്സ്, ആൻസസ്റ്റേഴ്സ്, ഇവയൊക്കെ വളരെ ഇമ്പോർട്ടൻസ് നൽകുന്നുണ്ട്. അത് പട്രീഷ്യ ഗ്രേസും അവരുടെ വർക്ക്സിൽ ആ ഒരു ഇമ്പോർട്ടൻസ് കാണിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് പഠിക്കാനുള്ള
ഇറ്റ് യൂസ് ടു ബി ഗ്രീൻ വൺസ് എന്ന് പറഞ്ഞ ഈ ഒരു സ്റ്റോറി എടുത്തിരിക്കുന്നത് ദ ഡ്രീം സ്ലീപ്പേഴ്സ് ആൻഡ് അതർ സ്റ്റോറീസ് എന്ന് പറഞ്ഞ കളക്ഷൻസിൽ നിന്നാണ്. അപ്പോൾ ഈ ഒരു സ്റ്റോറിയിൽ പറയുന്നതും എന്താണ്, നവോരി കമ്മ്യൂണിറ്റിയിൽ വരുന്ന ഒരു ഫാമിലിയുടെ അല്ലെങ്കിൽ അവരോട് ബന്ധപ്പെട്ട കുറച്ച് ആളുകളുടെ ഓർഡിനറി എവറിഡേ ലൈഫ്സിനെ കുറിച്ചാണ് ഈ ഒരു സ്റ്റോറിയിലും പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റോറി നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കും അവർ കൂടുതലായും റിലേഷൻഷിപ്സിനാണ് വാല്യൂ ചെയ്യുന്നത്. അവർക്കുള്ള പൊസിഷൻസിനേക്കാളും റിലേഷൻഷിപ്സിന് വാല്യൂ ചെയ്യുന്നവരാണ് അവർ. അതുപോലെ തന്നെ ഈ ഒരു സ്റ്റോറി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഐ എന്ന് പറഞ്ഞ ഒരു ഇതിൽ നിന്നും വി എന്ന് പറഞ്ഞ ഞാൻ എന്നതിൽ നിന്നും ഞങ്ങൾ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ നമ്മൾ എന്നുള്ള രീതിയിലാണ് ഈ സ്റ്റോറിയിലെ നറേഷനിൽ ഈ ഒരു ഷിഫ്റ്റ് നമുക്ക് കാണാൻ പറ്റും. ഞാൻ എന്നതിൽ നിന്നും ഞങ്ങൾ അല്ലെങ്കിൽ നമ്മൾ എന്നുള്ള ഒരു രീതിയിലേക്കുള്ള ഒരു ഷിഫ്റ്റ് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതിൽ തന്നെ ആ ഒരു റിലേഷൻഷിപ്പിന് എന്ത് പ്രാധാന്യം കൊടുക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പം ഇത് ഈ ഒരു സ്റ്റോറി മവോരി കൾച്ചറൽ ഐഡൻറ്റിറ്റി അതിനെ ക്യാപ്ചർ ചെയ്യാനുള്ള ഒരു അറ്റംപ്റ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു സ്റ്റോറിയെ വായിക്കാൻ കഴിയും. പിന്നെ പട്രീഷ്യ ഗ്രേസ് ആണെങ്കിലും ഈ മവോരി കമ്മ്യൂണിറ്റീൻ്റെ ആ ഒരു നെയിംസും എല്ലാം തന്നെ റിറ്റെയിൻ ചെയ്തിട്ട് അവരുടെ ആ ഒരു കമ്മ്യൂണിറ്റിയെ ശരിക്കും അവരുടെ ആ ഐഡൻറ്റിറ്റിയെ ശരിക്കും എന്താണ് ഈ ഒരു സ്റ്റോറിയിലൂടെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് സ്റ്റോറിയിലേക്ക് പോകാം. It used to be green once. We were all ashamed of our mother. Our mother always did things to shame us, like putting red dents in our clothes and cutting up old swimming togs and making two girls' togs from the top half for my sister and boys' togs from the bottom half for my brother. Petty and Rana both cried when Mum made them take the togs to school. Petty sat down on the road by our gate and yelled out she wasn't going to school. She wasn't going swimming. I didn't blame my sister because the togs were 38 chests and Petty was only 10. അപ്പോൾ ഇവിടെ ഈ ഒരു സ്റ്റോറിയിൽ ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് ഞങ്ങളുടെ അമ്മ ഞങ്ങളെ എപ്പോഴും നാണം കെടുത്തുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നുള്ള രീതിയിലാണ് സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. അവർ മദർ ഓൾവേസ് ഡിഡ് തിങ്സ് ടു ഷെയിം അസ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പം ചെറിയ കുട്ടികളാണ് ഇവർ. അപ്പോൾ ഇവർക്കുള്ള ഡ്രസ്സ് അവരുടെ ക്ലോത്ത്സൊക്കെ ആണെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ പഴയ സ്വിമ്മിങ് ടോപ്സ് ഉണ്ടാവില്ലേ, പഴയ സ്വിമ്മിങ് ഡ്രസ്സസ് ക്ലോത്ത്സ്, ആ ഒരു സ്വിമ്മിങ് ക്ലോത്ത്സ് കട്ട് ചെയ്തിട്ട് രണ്ടാക്കിയിട്ട് എന്ത് ചെയ്യും, ടോപ്പ് ഹാഫ് എൻ്റെ സിസ്റ്ററിന് കൊടുക്കും, അതുപോലെ തന്നെ ബോട്ടം ഹാഫ് എൻ്റെ ബ്രദറിന് കൊടുക്കും. ആ രീതിയിലൊക്കെ മുറിച്ച് എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്ത് രണ്ട് കുട്ടികൾക്കാക്കിങ്ങാണ്ട് കൊടുക്കുക. അങ്ങനെയുള്ള രീതിയിൽ പഴയ ഡ്രസ്സ് പല രീതിയിലും തുന്നിയിട്ടും സ്റ്റിച്ച് ചെയ്തിട്ടും കൊടുക്കുക. അങ്ങനെയുള്ള രീതിയിലൊക്കെ കുട്ടികളെ കൊണ്ട് ഡ്രസ്സൊക്കെ ഇടിപ്പിച്ച് എന്താണ് അമ്മ ഞങ്ങളെ നാണം കെടുത്തുന്നു എന്നുള്ള രീതിയിലാണ് സ്റ്റോറി തുടങ്ങുന്നത് തന്നെ. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ അവരുടെ ഒരു ഫിനാൻഷ്യൽ ആയിട്ടുള്ളൊരു കണ്ടീഷൻ എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ പെറ്റിയും റാണയും അവ എന്താണ് കരയും എന്നാണ് പറയുന്നത്. അമ്മ ഇങ്ങനെയുള്ള ഒരു ടോക്സ് വെച്ചിട്ട് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ഡ്രസ്സ് വെച്ചിട്ട് അവർ സ്കൂളിലേക്ക് അയക്കുമ്പോൾ അവർ കരയും. പെറ്റി എന്ത് ചെയ്യും, റോഡിൽ ഞങ്ങളുടെ ഗേറ്റിൻ്റെ അവിടെ റോഡിൽ ഇരുന്നിട്ട് അവൾ കരയും. അവൾ സ്കൂളിൽ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവൾ കരയും. ഷി വാസ് ഇൻ ഗോയിങ് സ്വിമ്മിങ്, ഞാൻ സ്വിമ്മിങ്ങിന് പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യും, അവൾ കരയും. ഞാൻ എന്താണ് എൻ്റെ സിസ്റ്ററിനെ കുറ്റപ്പെടുത്തുന്നില്ല, കാരണം അവൾക്ക് 10 വയസ്സേ ഉള്ളൂ. പക്ഷേ അവളുടെ ആ ഒരു ടോക്സിൻ്റെ ചെസ്റ്റ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ 38 ചെസ്റ്റാണ് ആ ഒരു ടോക്സിൻ്റെ ചെസ്റ്റിൻ്റെ ആ ഒരു അളവ് വരുന്നത്. 38 ചെസ്റ്റാണ്. പക്ഷെ അവൾക്ക് ആകെ 10 വയസ്സേ ഉള്ളൂ. ബട്ട് മം ന്യൂ ഹൗ ടു ഗെറ്റ് ഹർ അപ്പ് ഓഫ് ദ റോഡ്. ഷീ യെൽഡ് ലൗഡ്ലി, get up off that road, my girl. There is nothing wrong with those togs. I didn't have any togs when I was a kid and I had to swim in my nothings. Get up off your backside and get to school. Mum's got a loud voice and she knew how to shame us. We all dragged Petty up off the road before our mates came along and heard Mum. We pushed Petty into the school bus so Mum wouldn't come yelling up the drive. അപ്പോൾ അമ്മക്ക് ഈ കുട്ടി ഇങ്ങനെ കരയും റോഡിൽ ഇരുന്നിട്ട് എന്ന് പറഞ്ഞല്ലോ, സ്കൂളിൽ പോകുന്നില്ല അല്ലെങ്കിൽ സ്വിമ്മിങ്ങിന് പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അമ്മക്ക് അറിയാം അവളെ എങ്ങനെ റോഡിൽ നിന്ന് എണീപ്പിക്കണം എന്ന് വെച്ചാൽ അമ്മ എന്ത് ചെയ്യും, ഉറക്കെ പറയും ഗെറ്റ് അപ്പ് ഓഫ് ദാറ്റ് റോഡ് മൈ ഗേൾ, റോഡിൽ നിന്ന് വേഗം എണീക്കുക, ഈ ഒരു ടോക്സ് ഇട്ടിട്ട് സ്കൂളിൽ പോകുന്നതിലൊന്നും ഒരു തെറ്റുമില്ല. എനിക്ക് ഒരു കുട്ടിയായിരുന്ന സമയത്ത് ടോക്സ് തന്നെ ഉണ്ടായിരുന്നില്ല,
ഞാൻ നീന്താനൊക്കെ പോയിരുന്നത് ഒന്നുമില്ലാതെയാണ് നീന്താൻ പോയിരുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ എണീറ്റ് സ്കൂളിലേക്ക് പോകുകയെന്ന് ഉറക്കെ പറയും. അപ്പോൾ ആളുകൾ മുഴുവൻ കേൾക്കുമല്ലോ, ലൗഡ് വോയിസിൽ പറഞ്ഞാൽ ആളുകൾ മുഴുവൻ കേൾക്കുമല്ലോ. അപ്പോൾ എങ്ങനെയൊക്കെ ഞങ്ങളെ നാണം കെടുത്താമെന്ന് അമ്മക്കറിയാം. അപ്പോൾ ഇങ്ങനെ നാണം കെടേണ്ടെന്ന് കരുതിയിട്ട് ഞാനും അതുപോലെ ഞങ്ങളും ചില എല്ലാവരും കൂടി എന്ത് ചെയ്യും, പെറ്റീനെ എന്ത് ചെയ്യും, പെട്ടെന്ന് തന്നെ റോട്ടിൽ നിന്ന് ഡ്രാഗ് ചെയ്യും. കാരണം ഫ്രണ്ട്സൊക്കെ വരുന്നതിന് മുമ്പേ, ഇവരുടെ കൂടെയുള്ള കുട്ടികളൊക്കെ വരുന്നതിന് മുമ്പേ എന്ത് ചെയ്യണം, ഇവരെ ഇവിടുന്ന് പെറ്റിയെ അവിടുന്ന് മാറ്റണം. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്യും, പെറ്റിയെ പെട്ടെന്ന് തന്നെ സ്കൂൾ ബസ്സിലേക്ക് പുഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അപ്പം അങ്ങനെയാണ് അമ്മ പല രീതിയിലും ഞങ്ങളെ നാണം കെടുത്തിയിരുന്നതെന്നാണ് ഇവിടെ നമ്മുടെ നറേറ്റർ പറയുന്നത്. We never minded our holy fruit at first. Dad used to pick up the cases of overripe apples or pears from town that he got cheap. Mum would dig out the rotten bits and then give them to us to take for play lunch. We didn't notice much at first, not until Revati from down the road yelled out to us one morning, "Hey, you fellas, who showed your pears? We didn't have anywhere to hide our lunch because we weren't allowed school bags until we go to high school." Mum said she wasn't buying 14 school bags. When we went to high school, we could have shoes too. The whole lot of us gave Revati a good hiding after school. ഇവിടെ എന്താ പറയുന്നത്, ഞങ്ങൾ ഫസ്റ്റ് എന്താണ്, ഞങ്ങൾ കൊണ്ടുപോകുന്ന ലഞ്ചിനെ കുറിച്ചിട്ടും ഒന്നിനെക്കുറിച്ചും എന്താണ് ഞങ്ങൾ മൈൻഡ് ചെയ്തിരുന്നില്ല. ഞങ്ങളുടെ ഫ്രൂട്ട്സ് ആണെങ്കിലും ഞങ്ങളുടെ ആപ്പിൾസ് ആണെങ്കിലും പിയേഴ്സ് ആണെന്നുണ്ടെങ്കിലും ഒക്കെ ടൗണിൽ നിന്നും അച്ഛൻ കൊണ്ടുവരുന്നതാണ്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ചീപ്പായിട്ട് കിട്ടുന്നതായിരുന്നു, അദ്ദേഹത്തിന് ചീപ്പായിട്ട് കിട്ടുന്നതായിരുന്നു. അതായിരുന്നു ഞങ്ങൾക്ക് അമ്മ കൊടുത്തയച്ചിരുന്നത്, സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ കൊടുത്തയച്ചിരുന്നത്. ഞങ്ങൾ ആദ്യം ഒന്നും അതിനെക്കുറിച്ച് നോട്ടീസ് ചെയ്തിരുന്നില്ല, അല്ലെങ്കിൽ ആ ഭക്ഷണത്തെക്കുറിച്ചൊന്നും ഞങ്ങൾ നോട്ടീസ് ചെയ്തിരുന്നില്ല. പക്ഷെ ഒരു ദിവസം എന്താണ്, രേവതി പറയുകയാണ്, ഒരു മോർണിംഗിൽ രേവതി ഉറക്കെ പറയുകയാണ്, "ഹേ യു ഫെലോസ് ഹു ഷോട്ട് യുവർ പിയേഴ്സ്" എന്ന് പറഞ്ഞ് രേവതി ഞങ്ങളെ കളിയാക്കുകയാണ്. ആരാണ് നിങ്ങളുടെ പിയേഴ്സിനെ ഷൂട്ട് ചെയ്തത് എന്നുള്ള രീതിയിൽ കുട്ടികളുടെ ഫുഡിനെ കളിയാക്കുകയാണ്. ഞങ്ങൾക്കാണെങ്കിലോ അത് ഞങ്ങളുടെ ലഞ്ച് എവിടെയും ഹൈഡ് ചെയ്യാനും കഴിയുമായിരുന്നില്ല. കാരണം ഞങ്ങൾക്ക് സ്കൂൾ ബാഗ്സ് സ്കൂളിൽ കൊണ്ടുപോകാൻ അമ്മ അനുവദിച്ചിരുന്നില്ല. എന്ന് വെച്ചാൽ സ്കൂൾ ബാഗ്സ് കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുത്തിരുന്നില്ല. ഹൈസ്കൂൾ വരെ വാങ്ങിച്ചു കൊടുക്കില്ല എന്നുള്ള രീതിയിലാണ് അമ്മ പറയുന്നത്. അപ്പോൾ അമ്മ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അമ്മ പഠിച്ചിരുന്നപ്പോഴൊന്നും അവരങ്ങനെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഹൈസ്കൂളിൽ എത്തിയാൽ മാത്രമേ ഈ രീതിയിലൊക്കെ ഇവർക്ക് പോകാൻ പറ്റൂ. എന്ന് വെച്ചാൽ ഹൈസ്കൂളിൽ എത്തിയാൽ മാത്രമേ സ്കൂൾ ബാഗ്സും ഷൂസുമായിട്ടൊക്കെ പോകാൻ കഴിയുള്ളൂ. അതുവരെ എന്താണ്, ഇവരുടെ ഈ മോശമായ ഈ ഒരു ലഞ്ച് എവിടെയും ഹൈഡ് ചെയ്യാൻ ഇവർക്ക് കഴിയില്ല എന്നാണ് പറയുന്നത്. However, this story is mainly about the car and about mom and how she shamed us all the time. The shame of rainbow dance and cut up talks and holy fruit was nothing to what we suffered because of the car. Uncle Raz gave us the car because he couldn't fix it up anymore and he would be fine because he lived in Auckland. He gave the car to Dad so we could drive our cream cans up the road instead of pushing them up by the wheelbarrow. അപ്പോൾ ഈ സ്റ്റോറി എന്ന് പറഞ്ഞാൽ മെയിനായിട്ടും കാറിനെ കുറിച്ചാണ്. അതുപോലെ തന്നെ ആൻഡ് അബൌട്ട് മാം, അമ്മയെക്കുറിച്ചും അവരെങ്ങനെയാണ് എല്ലാ സമയവും ഞങ്ങളെ ഷെയിം ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചും. അപ്പം ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ടോക്സ് എന്ന് വെച്ചാൽ കട്ടപ്പ് ചെയ്ത ടോക്സ് സ്കൂളിൽ കൊണ്ടുപോകുന്നതോ അല്ലെങ്കിൽ ഹോളി ഫ്രൂട്ട് കൊണ്ടുപോകുന്നതോ ഒന്നുമല്ല. ഏറ്റവും ഞങ്ങൾ സഫർ ചെയ്തത് കാറാണ്. ഒരു കാറാണ് ഞങ്ങളെ ആകെ സഫർ ചെയ്തത് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ കൂടുതൽ നാണം കെട്ടതെന്നാണ് പറയുന്നത്. അങ്കിൾ റാസ് ആണ് അച്ഛൻക്ക് ഈ ഒരു കാറ് അല്ലെങ്കിൽ ഈ ഒരു ഫാമിലിക്ക് കാറ് കൊടുക്കുന്നത്. കാരണം അങ്കിൾ റാസിന് ആ ഒരു കാറുമായിട്ട് ഫിക്സപ്പ് ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോൾ അദ്ദേഹം ഓക്ലാൻഡിലാണ് ജീവിച്ചു പോകുന്നത്. അപ്പോൾ അങ്കിൾ റാസിന് ആ ഒരു കാറ് ഫിക്സപ്പ് ചെയ്യാൻ കഴിയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അതെന്ത് ചെയ്യാണ്, ഡാഡിന് കൊടുക്കുകയാണ്, ഈ കുട്ടികളുടെ ഡാഡിന് കൊടുക്കുകയാണ്. അപ്പോൾ ഇവർക്ക് എന്ത് ചെയ്യാം, അതുവരെ അവർ വീൽ ബാരോയിലായിരുന്നു അവരുടെ ക്രീം ക്യാൻസ് കൊണ്ടുപോരുന്നത്. അപ്പോൾ ഇനി മുതൽ എന്ത് ചെയ്യാം, കാറിൽ കൊണ്ടുപോവാം. അങ്ങനെയാണ് ഇവരുടെ ഒരു ഫാമിലിയിൽ അങ്കിൾ റാസ് കൊടുത്ത കാറുമായിട്ട് പിന്നീടാണ് ഈ ഒരു സ്റ്റോറി കാറിൻ്റെ ഒരു രീതിയിൽ അല്ലെങ്കിൽ കാറ് ഏതൊക്കെ രീതിയിൽ കുട്ടികളെ നാണം കെടുത്തുന്നതെന്നുള്ള രീതിയിൽ ഈ ഒരു സ്റ്റോറി മുന്നോട്ട് പോകുന്നത്. Okay, let's continue our story in our next class. Thank you all.